അപ്പോൾ എന്തുകൊണ്ട് വൈ ചൂസ് ACCA എന്ന് പറയുന്നതിൽ എന്താണ് ജബീൻ സാർ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളെ കേസിൽ പറയുകയാണെങ്കിൽ നോർമലി ഒരു ഡിഗ്രി കഴിയുന്ന സമയത്ത് ഒരാൾക്ക് 21 വയസ്സ് ആ ഒരു റേഞ്ചിലുണ്ടാവുക. അതിനുശേഷം വീണ്ടും ACCA എന്ന് പറയുന്നത് ഒരു ഏജ് ഭയങ്കര കൂടുതൽ സ്റ്റേജാണ് വരുന്നുണ്ട്. നമ്മളെ കേസിലാണെങ്കിൽ നമ്മളൊരു 20-21 ആകുമ്പോൾ എന്തായിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. +2 കഴിയുന്ന അതും എസ്പെഷ്യലി ഈ പറയുന്ന സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ഒരു മെയിൻ കൺസേൺ ആണ് അവർക്ക് ഈ പറയുന്ന കൊമേഴ്സിൽ, അതായത് ACCA ആയിക്കോട്ടെ ഇങ്ങനത്തെ കോഴ്സുകൾ എടുക്കാൻ വേണ്ടി ഉത്തരം പറയാൻ പറ്റും. കാരണം ഞാൻ +2 സയൻസ് പഠിച്ച ഒരാളാണ്. പഠിച്ചത്. പിന്നെ സയൻസ് പഠിച്ച ഒരാൾക്ക് എന്തായാലും ACCA എടുക്കും, ഒരു പ്രശ്നമില്ല. ഈ കൊമേഴ്സ് ഓൾറെഡി +1 +2 കൊമേഴ്സ് പഠിച്ചതിന്റെ ഒരു അഹങ്കാരം കുറച്ച് കാണിക്കലുണ്ട്. സയൻസ് ആണെങ്കിൽ അങ്ങനത്തെ അഹങ്കാരം ഒന്നും പക്ഷേ എറ്റ് ദി എൻഡ് റിസൾട്ട് വരുമ്പോൾ സയൻസുകാർക്ക് നല്ല മാർക്ക് ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾ സയൻസ് പഠിച്ച് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കൊമേഴ്സ് ഈ ACCA പറ്റൂല എന്നല്ല, പറ്റൂന്നുള്ള ഏറ്റവും വലിയ പ്രൂഫാണ് അത്.